ഉണ്ടാവുന്നുണ്ട് ഭൗതിക ലോകത്തിൽ. പക്ഷെ ഭൗതിക ലോകത്തിൽ നന്ദിയുള്ള ആൾക്കാർ ഈ ഈ ഭൗതിക ലോകം ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഒരു തരത്തിൽ അസുര ഗുണമുണ്ട് പോകും. കാരണം ശരീരം തന്നെ അതിനുള്ള തെളിവാണ്. നമുക്ക് ഈ ഭൗതിക ശരീരം കിട്ടിയത് നമ്മൾ ഭഗവാനെ റിജക്റ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഒരു പ്രസന്റിനെ കാണുമ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്നത് പ്രസന്റിനെ കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാവുന്നത്? അയാൾ എന്തോ തെറ്റ് ചെയ്തിട്ടാണ് അയാൾ ജയിലിൽ വന്നേക്കുന്നത്. നമുക്ക് ഈ ഭൗതിക ശരീരത്തിന്റെ പ്രൂഫാണ് നമുക്ക് ഭഗവാനോട് അസൂയുണ്ട് എന്നുള്ളത്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ചില ആൾക്കാർ നന്മയുള്ളവര്, ചില ആൾക്കാർ തിന്മയുള്ളവര്. ഈ ഭൗതിയിൽ നമ്മളിരിക്കുന്ന ഈ എല്ലാവരും ഇവിടെ എഴിഞ്ഞു പോകുന്ന ഉറുമ്പുകളും എല്ലാം ഭഗവാനോട് അസൂയ പുലർത്തിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നല്ലൊരു കോൺഫിഡൻസ്. അത് ചിലപ്പോൾ പ്രഭു വിചാരിക്കും ഞാൻ എല്ലാവരോടും മാന്യമായിട്ടാണ് ഇടപഴകുന്നത്, സത്യസന്ധമായിട്ട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, മറ്റുള്ളവരെ ചിന്തിക്കുന്ന പോലെ ക്രൂക്കഡായിട്ടല്ല ഞാൻ ചിന്തിക്കുന്നത്. പ്രഭു വിചാരിക്കും ഞാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു നന്മയുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കും. പക്ഷെ ഉണ്ടായിരിക്കും, പക്ഷെ അത് പെർഫെക്റ്റ് നന്മയല്ല. കാരണം പ്രഭുവും ഭഗവാനെ കളഞ്ഞിട്ടാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നത്. എന്റെ പ്രൂഫാണ് ഈ ഭൗതിക ശരീരം. ഭൗതിക ശരീരം എന്ന് പറഞ്ഞാൽ ഒരു പ്രിസണറിന് ഒരു പ്രിസൺ ഡ്രസ്സ് പോലെയാണ് ഒരു സോളിന് ഈ ഭൗതിക ശരീരം. അപ്പൊ നമ്മൾ അത് റിയലൈസ് ചെയ്യണം. ഞാനൊരു പാളൻ കേസാണ് എന്ന് വിചാരിക്കണം. മറ്റുള്ളവർ പാളനാണ് എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും ഒരു പാളനാണെന്ന് വിചാരിക്കും. ഇത് പ്രഭു റിയലൈസ് ചെയ്തു, പ്രഭു പാളനാണ് എന്നുള്ളത്. അല്ല, അത് റിയലൈസ് ചെയ്തു. ആ, അത് പ്രഭുവിനും അതേപോലുള്ള തിന്മകൾ ഉണ്ട് എന്ന് പ്രഭു റിയലൈസ് ചെയ്തു. മറ്റുള്ളവർക്കുണ്ട്, അത് ഓക്കെ. പക്ഷെ പ്രഭുവിനും അതുണ്ട് എന്ന് പ്രഭു മനസ്സിലാക്കുന്നില്ലേ? മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് അവര് മോശമാണ്, അതാണ് ഇതാണ്, അവരങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിക്കും. ചിലര് നല്ലതാണ്, പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർ മോശമാണ്, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളും അതേപോലെയാണ് അന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളും അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ശരീരം ഉള്ളത്. തുറന്നു പറയുന്ന ഭക്തന്മാരുണ്ടാവും. അതാണ് ഞാൻ പറയാൻ ഉം. അവൻ എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, നന്മ ചെയ്യണം. അത് നമുക്ക് പറയാം. ഭൗതിക ലോകത്ത് വരുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഭൗതിക ലോകത്തിൽ വരുന്ന എല്ലാവരും, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻകാർണേഷൻ പരിശുദ്ധ ഭക്തന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും ഭഗവാനോട് ഈർഷ്യ പുലർത്തിയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മളെ മറ്റു ഭക്തന്മാരുടെ കാരുണ്യം, ഇപ്പൊ പ്രഭുവിനെ പ്രഭു മറ്റേ ആ ഒരു ഉണ്ടല്ലോ, ആ പ്രഭുവിന്റെ പേര് സുബ്രൻ. പ്രഭുവിനെ ആദ്യം പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വണ്ണമുള്ള മണി. അപ്പൊ അവരൊക്കെ ഒരു കാരുണ്യം തന്നുകൊണ്ടാണ് പ്രഭുവിന് വരാനായിട്ട് പറ്റിയത്. അപ്പം നമ്മളെല്ലാവരും ഹൃദയത്തില് ഇമ്പ്യൂർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അത് അത് ആ ഒരു അത് നല്ല ഉറയ്ക്കണം. പ്രഭുവിന് ഇപ്പോഴും ആ ചിന്ത എന്ന് വെച്ചാല് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നു, നല്ല രീതിയിൽ പെരുമാറുന്നു, മറ്റുള്ളവര് ചിലപ്പം ഇങ്ങനെ ആയിട്ടാണ് പെരുമാറുന്നത്, ഞാൻ നല്ല രീതിയിൽ പെരുമാറിയാലോ അവരെന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. പ്രഭുവിന്റെ പല സംഭാഷണത്തിലും അതാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ പ്രഭു വിചാരിക്കുന്നത് ഞാൻ ഈ ഭൗതിക ലോകത്തില് നന്മയുള്ള ഒരു വ്യക്തിയാണ്. അത് നന്മയുള്ള വ്യക്തി തന്നെയാണ്. ഇവിടെ ഉള്ളിൽ നമ്മള് ആയതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരാൻ പറ്റും. അല്ലെങ്കിൽ എവിടെ ടോപ്പ് ഞാൻ ഓൾറെഡി നല്ല വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഹൃദയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ. ഓൾറെഡി മോശം വ്യക്തിയാണ് നമ്മൾ മനസ്സിലാക്കണം. മറ്റ് ഭൗതിക ലോകത്തിൽ വരെ എത്ര മോശം നമ്മൾ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും മോശം അത് ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഉറച്ചാൽ മാത്രമേ അത് തന്നെ നമ്മൾ ചിന്തിക്കണം. എങ്കിലേ നമുക്കൊരു ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഹരീഷ്. നമുക്ക് അവര് ചെയ്യുന്ന പല കാര്യങ്ങളും ഇഷ്ടപ്പെടാതെ ഇല്ല മാജി. ചിലപ്പം അവര് കാണുന്ന നമ്മൾ ചെയ്യുമ്പോഴും അതെ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതാണ് ഈ ഉപദേശം ഷഡ്വിധി പ്രീതി ലക്ഷണം. അത് തുടക്കം അങ്ങനെ
ആ ഭുങ്ക്തേ ഭോജയതേ ചൈവ. ആ അത് നമ്മള് ഗിഫ്റ്റ് കൊടുക്കുക, ഗിഫ്റ്റ് സ്വീകരിക്കുക, പ്രസാദം കൊടുക്കുക, ദദാതി പ്രതിഗ്രഹണാദി. പ്രസാദം കൊടുക്കുക, പ്രസാദം സ്വീകരിക്കുക. നമുക്ക് എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് അവരോട് പറയുക, അവരിൽ നിന്ന് അവരുടെ ഡൗട്ട്സുകൾ നമ്മൾ ക്ലിയർ ചെയ്യുക. അതാണ് ആ ഒരു ലവിങ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള വഴി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പോയി എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കുക എന്നുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഡിവോട്ടി വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവരിന്ന് സ്വീകരിക്കുക, നമ്മൾ അങ്ങോട്ട് കൊടുക്കുക മാത്രം, ഞാൻ ഒന്നും സ്വീകരിക്കില്ല എന്ന് വിചാരിക്കാനും പാടില്ല. അവര് തരുന്നത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അല്ല അത് വേണ്ട, എങ്കിൽ നമ്മൾ മാറും. ചിലപ്പോൾ ആ വ്യക്തിക്ക് ആൾക്കാരുമായിട്ട് മിണ്ടാൻ ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ പോയി നിങ്ങളിത് എന്റെ ഇത് സ്വീകരിക്കണം എന്ന് നിർബന്ധിക്കാൻ പറ്റും. നമ്മൾ കുറച്ചു നേരം മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ശരിയാവും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവരോടും സ്നേഹം ഡെവലപ്പ് ചെയ്യണം. ജയവിജയന്റെ കാര്യം ബ്രോ പറഞ്ഞപ്പോ അപ്പം ഇങ്ങനെയും കേട്ടിട്ടുണ്ട് ബ്രോ, ചിലപ്പോൾ ഭഗവാൻ യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം കാരണമാണ് ജയവിജയന്മാരെ അസുരന്മാരാക്കിയത്. അപ്പൊ നമുക്ക് രണ്ട് പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കാമല്ലോ ശരിക്കും. രണ്ട് ഇതില് മനസ്സിലാക്കാൻ പോകും. ഭഗവാന്റെ ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ജയവിജയന്മാര് താഴേക്ക് വന്നത്. പക്ഷെ അതേ പ്ലാൻ എന്ന് പറയുമ്പം നമ്മൾ ഭഗവാൻ ഒരാളെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ ചെയ്തതല്ല. ആ സാഹചര്യം ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു 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 കുട്ടിക്ക് ഒരു മുട്ടായിയോട് കൊതിയുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആ മുട്ടായി കടയിൽ കൊണ്ടുപോയാലേ ആ കുട്ടിക്ക് മുട്ടായി, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അതിനെ ഒരു കൊതിയില്ലാത്ത കുട്ടിയാണെന്ന് വിചാരിക്കും. പക്ഷെ മുട്ടായി കടയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് പ്ലാൻ. ജയവിജയന്മാരുടെ ഉള്ളിൽ ഞങ്ങൾ ഡിവോട്ടീസ് ആണ്, ഞങ്ങൾ എന്റെ ഗാഡാണ് എന്നുള്ള ആ ഒരു അഹങ്കാരമുണ്ട്. പക്ഷെ ആ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ സമയത്ത് കുമാരന്മാർ വന്നതാണ് പ്ലാൻ. അല്ല ഭഗവാൻ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചല്ല. അത് അവരുടെ ഡിസയർ ഞാൻ വലുതാണെന്ന് കാണിക്കാൻ. കുമാരന്മാർക്കും തെറ്റുകളുണ്ട്, അവരും ആ തെറ്റെന്ന് പറയത്തില്ല, അവരുടെ നോളജ് പെർഫെക്റ്റ് അല്ല. അവർക്കും അത് റിയലൈസേഷൻ കിട്ടും, ഇവർക്കും ഇത് ഈ റിയലൈസേഷൻ കിട്ടും. അപ്പൊ അതിലൂടെ ഭഗവാന് ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഇത് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റ് ഇതാണ് ഭഗവാൻ ചെയ്യുന്നത്. അത് ജയശേഷ് ഇപ്പൊ പറഞ്ഞില്ല, ഒരു ലീലയിൽ കൂടെ തന്നെ പല പല ലീലകളും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതാണ് എന്നുവെച്ചാൽ ഭഗവാൻ അവരെ ഇൻഡ്യൂസ് ചെയ്ത് അവരെ കൊണ്ട് മോശം പറയിപ്പിച്ചല്ല, അവരുടെ ഉള്ളിലുള്ള കാര്യം പുറത്തു വരാൻ ഭഗവാൻ ഒരു അവസരം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതും അവരെ റെക്ടിഫൈ ചെയ്യാനാണ്. അത് കാരുണ്യമാണ്. ശ്രീമദ് ഭഗവത്ഗീത കീച്ച്, ശീല പ്രഭുപാദ് കീച്ച്. ഇന്ന് നമ്മുടെ പ്രസാദം തന്ന് ഹർഗ്രേസ് ഗൗരപ്രിയ മാതാജിയാണ്. മാതാജിക്കും ഫാമിലിക്കും എല്ലാവിധ ആരോഗ്യവും ഭഗവാന്റെ അടുത്ത് ശുദ്ധ ഭക്തിയും കിട്ടാനായിട്ട് നമുക്ക് 3 വട്ടം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മറ്റൊരു കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എല്ലായിടത്തും പച്ച വല കാണുന്നുണ്ടല്ലോ, അത് നമ്മുടെ നമ്മൾ പഴയ വലയെല്ലാം കേടായി പോയി. അപ്പൊ നമുക്ക് ഇത് ഇടാനായിട്ട് നമ്മൾ ആദ്യം ഒരു കോൺട്രാക്ടിനെ ഏൽപ്പിച്ചു. അവര് ഈ പഴയ വല വെച്ച് തന്നെ വലിയൊരു പൈസയുടെ കോട്ടൊക്കെ തന്നിട്ടാണ് തന്നത്. അപ്പൊ നമ്മൾ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് വിശ്വനാഥ് പ്രഭു മുന്നിട്ട് ഇറങ്ങി ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വല മേടിക്കുകയും, അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് വർക്കേഴ്സ് ഉണ്ട്, അതിനൊക്കെ വരാനായിട്ട് അദ്ദേഹം അവരെല്ലാം വിളിച്ചു. പക്ഷെ ഈ ഇത്രയും ഉയരത്തിലൊക്കെ കയറി അത് ചെയ്യാനായിട്ട് പെയിന്റേഴ്സ് അവർക്ക് മടിയായിരുന്നു. അപ്പൊ അവരും പോയി. അപ്പം പ്രഭു തന്നെയാണ് ഇതെല്ലാം കെട്ടിയിരിക്കുന്നത്. ഇതല്ലാതെ ഇത് ഉണ്ടോ, ഇത് ഈ ഒരു ഭാഗത്ത് അത്ര ആ നീളം, ആ മുകളിലുള്ള സ്ഥലം കണ്ടോ, ഈ പച്ച കെട്ടിയിരിക്കുന്നത്, അത് താഴെ ഒന്നും പ്ലാറ്റ്ഫോം ഇല്ല. ആ ഏണി അവിടെ വെച്ചിട്ടാണ് പ്രഭു അത് ചെയ്തേക്കുന്നത്. ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. നമ്മള് പ്രഭുവിനോട് പറഞ്ഞ് നമ്മൾ എത്ര വേറെ ആൾക്കാരെ വിളിച്ച് ചെയ്യിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ പ്രഭു ഭഗവാനോടുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അപ്പം നമ്മളൊക്കെ എത്ര
പറഞ്ഞാലും അതൊന്നും പറഞ്ഞാലും ആ പ്രഭു നമുക്ക് ചെയ്ത നന്മയ്ക്കും നമുക്ക് ചെയ്ത സേവനത്തിനും അതൊന്നും അതിനൊരു ഒരു ഒരു തരി പോലും അതിന്റെ അംശം പോലും ആവത്തില്ല. നമുക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ മാത്രമാണ് പറ്റുക. അപ്പൊ പ്രഭുവിന്റെ എല്ലാവിധ സ്പിരിച്വൽ ബെനിഫിറ്റിനും ആരോഗ്യത്തിനുമായിട്ട് നമുക്ക് 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാമ. താങ്ക് യു. അഷ്ടമി രോഹിണി വരുന്നത് 14-ാം തീയതിയാണ്, സൺഡേ ആണ്. രാവിലെ മുതൽ പ്രോഗ്രാംസ് ഉണ്ടാവും, വൈകിട്ട് ക്ലാസ്സും അഭിഷേകവും ഒക്കെ ഉണ്ടാവും. എല്ലാവരും പങ്കെടുക്കാം. ഹരേ കൃഷ്ണ.